വീണ്ടും ഹായ് ഗായ്സ്. കണ്ണൻ ഈ പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്നത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കണ്ണൻ വെയിറ്റ് ചെയ്ത് കറൈസിന്ന് ഓർഡർ ചെയ്ത് ദിപ്പ കിട്ടിയ കണ്ണൻ്റെ DJ ഡക്കാണ് കേട്ടോ. കണ്ണൻ ഈ പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ സാധനങ്ങളോടും ഒരുമാതിരി വല്ലാത്ത ഭ്രാന്താണ്. അതെവിടെ കണ്ടാലും എങ്ങനെയായാലും ആൾ വാങ്ങും. അത്തരത്തിൽ വാങ്ങിയ ഒരു പുതിയ സാധനമാണിത്. ഇനി കുറച്ച് നാളത്തേക്ക് എന്തായാലും ഇതിൻ്റെ തൊള്ളയിലായിരിക്കും. അപ്പം ഞാൻ ഓർത്തു എന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാം, ഒരു മെമ്മറി ആവുമല്ലോ. കണ്ണൻ ആധികാരികമായി ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന് ChatGPTയോടും യൂട്യൂബ് ട്യൂട്ടോറിയൽസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നോക്കാം, ഒത്ത ഒരു DJ ആയല്ലോ. ഇവിടെ ഡെഡ് ബോഡി ഫ്യൂണറലിന് കൊണ്ടുപോകുന്നതാ കാണുന്നത്. എന്തൊരു പോർഷ് സെറ്റപ്പാ അല്ലേ, കുതിരവണ്ടിയിൽ അലങ്കരിച്ചൊക്കെ. എന്തായാലും കൊള്ളാം. ഡക്കൊക്കെ കിട്ടിയ സന്തോഷത്തിൽ കണ്ണൻ കയറി കുക്ക് ചെയ്യാനായിട്ട് ഞാനും ചൊറിഞ്ഞും മാന്തി ഹെൽപ്പ് ചെയ്യാൻ അതുവഴി ഇതുവഴിയൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ണൻ്റെ ഫുഡിന് ടേസ്റ്റ് കൂടുതലായതുകൊണ്ട് വലുതായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ നിന്നില്ല. കാരണം കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ആൾ പുലിയാ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇടയ്ക്കൊക്കെ വായ്ക്ക് രുചിയായിട്ട് നല്ല ഫുഡ് കഴിക്കാം. പണി അറിയാവുന്ന ഷെഫായതുകൊണ്ട് വയറിന് പണി കിട്ടുമെന്ന് പേടിയും വേണ്ട. കുക്ക് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നമാണ് മസാല മണം എല്ലാം കൂടെ ഡ്രസ്സേ പിടിക്കുന്നത്. അതുകൊണ്ട് രാവിലെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നതൊന്നും ചിന്തിക്കാനേ പറ്റില്ല. അത് മാത്രമല്ല, കുക്കിങ്ങിന് തൊട്ട് മുമ്പ് പുറത്തിരിക്കുന്ന എല്ലാ തുണിയും ബാഗും ഒക്കെ എടുത്ത് റൂമിൽ വെച്ച് പൂട്ടണം. ഇല്ലെങ്കിൽ പിന്നെ കുക്കിങ് കഴിഞ്ഞ് വരുമ്പോൾ ഒക്കത്തിലും മസാല മണമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഒട്ടുമിക്ക ഏഷ്യൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത്. ഞങ്ങളാണെങ്കിൽ കുറേ മാസങ്ങൾക്ക് ശേഷം ഇത്രയും മസാലയൊക്കെ ഉപയോഗിച്ചൊരു സാധനം ഉണ്ടാക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾ ഡയറ്റിങ്ങിലായിരുന്നു, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും ഞങ്ങൾ 2 പേരും നല്ല പോലെ വെയിറ്റ് വെച്ചായിരുന്നു. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജങ്ക് ഫുഡും ഷുഗറി തിങ്സും ഒക്കെ ഒരുപാട് ഒഴിവാക്കിയായിരുന്നു, കൂട്ടത്തിൽ ഈ മസാല ഫുഡ്സും. അങ്ങനെ ആ ടൈമിലൊക്കെ കൂടുതലും ഞാൻ തന്നെയാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കൂടുതലും സാലഡ്സും ഗ്രിൽസും ഒക്കെ ആയതുകൊണ്ട് ഞാൻ തന്നെ അതങ്ങ് ഹാൻഡിൽ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറേ നാൾക്ക് ശേഷം കണ്ണൻ അടുക്കള കയറുന്നു എന്നൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ കണ്ണനെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നില്ല. കണ്ണൻ ആ കിച്ചൺ കംപ്ലീറ്റ്ലി അങ്ങ് വിട്ടുകൊടുത്തു. പണ്ട് കലോറി എന്താണെന്നറിയാത്ത സമയത്ത് എന്തോരം സാധനങ്ങളായിരുന്നു കുത്തിക്കയറ്റുന്നതെന്ന് ഞാനും കണ്ണനും എപ്പോഴും പറയും. ഈ ഇംഗ്ലീഷ് വെതർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. 1 മണിക്കൂറിൽ തന്നെ മഴ വരും, മഴ പോകും, വെയിൽ വരും, പിന്നെയും മഴ വരും. അങ്ങനെ വരുന്നതാണ് വീഡിയോയിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ഞങ്ങളുടെ ചേട്ടനും ചേച്ചിയും. നാളെ ചാനൽ റീച്ചായ ചിലപ്പോൾ മുഖം കാണിച്ചേക്കാം. അവർ ഈ വെക്കുന്ന ബിരിയാണി പങ്കാളികളാണ് കേട്ടോ. എന്നാൽ ശരി, ഞങ്ങൾ കഴിക്കട്ടെ. ബൈ ബൈ.